എങ്ങനെയുണ്ട് പടം? എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്. അഭിനയൊക്കെ എങ്ങനെയുണ്ട് രജനീകാന്തിന്? നിസാറൊക്കെ അടിപൊളിയായിട്ടുണ്ട്. സ്റ്റോറി ഇഷ്ടപ്പെട്ടായിരുന്നു? സ്റ്റോറി കുഴപ്പമില്ല, നമുക്ക് എക്സൈറ്റിംഗ് ആണ്. മലയാളി താരം നമ്മുടെ സൗബിൻ്റെ ഒരു ആക്ടിങ് എങ്ങനെയുണ്ട്? അടിപൊളിയായിട്ട് നന്നായിട്ടുണ്ട്. അമീർ ഖാൻ റോള് ഇച്ചിരി കുറവാണെങ്കിലും നന്നായിട്ട് പുള്ളിക്കാരൻ പ്രസൻസ്. തീർച്ചയായിട്ടും അത് ലോകേഷ് കനകരാജിൻ്റെ സാധാ ഒരു ചിത്രം പോലെ തന്നെയാണ്, അല്ലെങ്കിൽ വ്യത്യസ്തമാണ്? വ്യത്യസ്തമാണെന്ന് വെച്ചാൽ മേക്കിംഗ് ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. വെറൈറ്റി ആണ് അല്ലേ? വെറൈറ്റി ആണ്. എന്തായാലും ഓണത്തിന് ദീപം അറിയിക്കും. അറിയിക്കുമെന്ന് വെച്ചാൽ അത് ഓരോരുത്തർ എനിക്ക് ഇഷ്ടപ്പെട്ടു. കുഴപ്പമില്ലായിരുന്നു. രജനീകാന്തിൻ്റെ ആക്ടിങ് എങ്ങനെയുണ്ട്? നല്ലതായിരുന്നു. അമീർ ഖാൻ കുഴപ്പമില്ല, നല്ലതായിരുന്നു. സ്റ്റോറിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു? നല്ലതായിരുന്നു. സാധാ ലോകേഷ് കനകരാജിൻ്റെ സെയിം പടം പോലെ തന്നെ അല്ലെങ്കിൽ വ്യത്യസ്തമാണോ? കുറച്ച് ഡിഫറൻസ് ഉണ്ട്, എന്നാലും ഒരു നല്ല ഇത് തോന്നി. മലയാളികളുടെ അഭിമാന താരമായ സൗബിൻ്റെ എങ്ങനെയുണ്ട്? പുള്ളിക്ക് ഫുൾ മൊത്തത്തിൽ അവസാനം വരെ റോളുണ്ട്, നന്നായിട്ട് കൊടുത്തിട്ടുണ്ട്. പുള്ളിക്കാണ് നല്ലപോലെ കൊടുത്തേക്കുന്നത്. അമീർ ഖാൻ സ്പെഷ്യൽ ആണോ? പുള്ളി ഒരു നല്ല രീതിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. പടം എങ്ങനെയുണ്ട്? പടം ഒരു എബവ് എവറേജ് പടം. സൗബിന് അടിപൊളിയായിട്ടുണ്ട്. എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ രജനീകാന്ത് എന്ന് പറയുമ്പോൾ നമ്മൾ മാസ് മാത്രം പ്രതീക്ഷിച്ച് പോയിട്ട് കാര്യമില്ല, ക്ലാസ് മാസം കൂടെ മിക്സിംഗ് ആണ് പടം. ലോകേഷ് കനകരാജിന്റെ സെയിം സ്റ്റോറി പോലെ തന്നെയാണോ, അല്ലെങ്കിൽ ഗ്യാങ് സ്റ്റോറി മറ്റേ ആളെ സ്ഥിരം മറ്റേ ഗ്യാങ്സ്റ്റർ മൂവി ഇല്ല, ആ ടൈപ്പ് സാധനം തന്നെ. അതിൽ വലിയ കഥയിലൊന്നും വലിയ പുതുമ എന്ന് പറയാനില്ല. എന്നാലും എനിക്ക് തോന്നിയത് ക്ലാസ് മാസം കൂടെ മിക്സ് ചെയ്യണം, കുറച്ചും കൂടെ മാസ് വേണമായിരുന്നു എന്ന് തോന്നി. സൗബിന് അടിപൊളിയായിട്ടുണ്ട്. അമീർ ഖാൻ അടിപൊളിയായിട്ടുണ്ട്. ലാസ്റ്റ് ചില അറിയാലോ, അത് കുറച്ച് സീനുകൾ മാത്രമേ ഉള്ളൂ, അയാൾ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ടൈലന്റ് ഇല്ല. അത് ഈ കഥ ഇവിടെ തീർന്നു. പിന്നെ നമ്മൾ LCU ഇതൊന്നുമില്ല, LCU ഉള്ള പരിപാടി ഒന്നും ഇല്ല. സൗബിന്റെ അഴിഞ്ഞാട്ടം തന്നെയാണ്. സൗബിൻ നമ്മൾ ട്രെയിലർ കാണുമ്പോൾ അറിയാം, സൗബിൻ കുറച്ച് സ്പേസ് കൂടുതലുണ്ടാവണം. ആ സൗബിൻ അടിപൊളിയായിട്ട് നമുക്ക് ഒന്നും പറയാൻ. ഇത് സൗബിൻ പാൻ ഇന്ത്യൻ ലെവലിൽ പോകുന്ന വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ പെർഫോമൻസ് ക്ലിക്ക് ആയിട്ടെന്ന് വെച്ചാൽ ഉഷാറാണ്. ആള് ഇനി കൂടുതൽ ചാൻസ് കിട്ടാൻ സാധ്യതയുണ്ട്. കിട്ടാത്തൊരു ലെവലിലേക്ക് പോയിട്ടുണ്ട്. അഭിമാനിക്കാവുന്ന സാധനം തന്നെ. സൗബിൻ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. രജനീകാന്ത് എങ്ങനെയുണ്ട്? സൗബിൻ രജനീകാന്തിന്റെ ആക്ടിങ് എങ്ങനെയുണ്ട്? സാധാ ലോകേഷ് കനകരാജിന്റെ സാധാ ഒരു സ്റ്റോറി പോലെ തന്നെയാണ്, വ്യത്യസ്തത ബോറടിക്കാണ്ട് കണ്ടിരിക്കും. പ്രേക്ഷകരെ പിടിച്ചിരുത്താൻ പറ്റിയ സ്റ്റോറി തന്നെയാണ്. ശരിക്കും ഓണത്തിന് കൊടുത്തൊരു പൊൻതൂവലാണോ ഈ ഒരു ചിത്രം? അങ്ങനെയൊന്നുമില്ല, വെറൈറ്റി സിനിമയാണ്. അമീർ ഖാന്റെ ആക്ടിങ് എങ്ങനെയുണ്ട്? അമീർ ഖാൻ സ്പെഷ്യൽ. അവസാനം കുറച്ച് സീൻ അത് കാണിച്ചേക്കണത് ഒരു മാസമായിട്ടാണ് കാണിച്ചിട്ടുള്ളത്. നമ്മുടെ മലയാളികളുടെ അഭിമാനമായ സൗബിനൊക്കെയാണ് അഭിനയം. കുഴപ്പമില്ലാണ്ട് ചെയ്തിട്ടുണ്ട്. അതായത് ആ ഒരു പാട്ട് വൈറലായിരിക്കുകയാണ്. തീർച്ചയായിട്ടും ചിത്രം റിലീസിങ്ങിന് മുമ്പ് തന്നെ അവനെ കൊടുത്തങ്ങണ ഇത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇനി പാൻ ഇന്ത്യൻ ലെവലിലേക്ക് മാത്രമായിട്ട് പോകും. ഇനി മലയാളികൾക്ക് പിടിച്ചാൽ കിട്ടാത്തൊരു ലെവലായിരിക്കും സൗബിൻ. തമിഴ്നാട്ടിൽ അവരെ ഏറ്റെടുക്കും.